അങ്ങനെ നമ്മുടെ ഗോവർദ്ധനും ബാലചന്ദ്രനും പിറ്റേ ദിവസം രാവിലെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്യുന്നുണ്ട്. റൂമൊക്കെ വെക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ റിസപ്ഷനിൽ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, സാറ് റൂം സർവീസൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരു റിവ്യൂ പറയുമോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ ഒന്നും പറയാതെ പോകേണ്ട ഗോവർദ്ധന റിവ്യൂ ഒക്കെ എഴുതി കൊടുത്തിട്ട് തിരിച്ച് പോയിട്ട് എന്തായാലും രണ്ടാളും കാറിൽ കയറി പോകുന്നുണ്ട്. പോണ സമയത്ത് വീണ്ടും നമ്മുടെ ബാലചന്ദ്രൻ ഗോവർദ്ധനോട് ചോദിക്കുന്നുണ്ട്, എന്താടോ ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ, മുഖത്തൊക്കെ ഒരു ക്ഷീണം എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല ബാലേട്ട, ഞാൻ ഉറങ്ങി. ബാലേട്ടനല്ല കാണാതായിരുന്നു. ബാലേട്ടൻ നല്ല പോയിട്ട് ഫുള്ളായിട്ട് മദ്യപിച്ചിട്ട് ബാറിൽ പോയിട്ട് എന്നിട്ടല്ലേ വന്ന് കടന്നുറങ്ങിയേ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ബാലചന്ദ്രൻ പറയണ്ട അതെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എന്താ ബാലേട്ട എങ്ങനെ നിങ്ങൾ കുടിക്കണം, ഇങ്ങനെ കുടിച്ചാൽ ശരിയാവില്ല എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ഗോവർദ്ധന. ആ സമയത്ത് നീ എൻ്റെ അവസ്ഥയിൽ നിന്ന് ആലോചിച്ച് നോക്ക്, ഞാൻ എന്താ വേണ്ടത് നീ അപ്പോൾ ആ സമയത്ത് വീണ്ടും നമ്മുടെ ഗോവർദ്ധനം ചോദിക്കുന്നുണ്ട്, ബാലേട്ടനെ എങ്ങനെ അറിഞ്ഞ അലീന മകളാണെന്ന് എങ്ങനെ അറിഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അവളുടെ ഫോൺ ഞാൻ പരിശോധിച്ചു. ആ സമയത്താണ് ഞാൻ എല്ലാം കണ്ടെത്തി. അവളുടെ ഫോൺ, അവൾക്ക് സ്മാർട്ട് ഫോൺ എങ്ങനെ ഉപയോഗിക്കുക എന്താണെന്നും അറിയണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാൻ മുത്തശ്ശിയുടെ ഫോണിൽ കോൾ റെക്കോർഡിംഗ് ഒക്കെ വെച്ച് കൊടുത്തു. അങ്ങനെയൊക്കെ ഞാൻ മനസ്സിലാക്കി. അതിൻ്റെ മുന്നേ തന്നെ എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ അവളുടെ അനിയനും അനിയത്തിമാരെയൊക്കെ സ്വന്തം അനിയന്മാരെ പോലെ കാണണം. കാരണം ഒരു പെൺകുട്ടികൾക്കും വേറെ പെൺകുട്ടിയത്തെ വീട്ടിലത്തെ ആൾക്കാരെ അങ്ങനെ കാണാൻ പറ്റില്ല, അവൾക്ക് മാത്രമേ അങ്ങനെ കാണാൻ പറ്റൂ. അത് എന്തുകൊണ്ടാണ്? അവളുടെ അമ്മ എത്ര തന്നെ ആട്ടി പറഞ്ഞയച്ചാൽ അവൾ പോണില്ല, അവൾ പിന്നെ ആ വീട്ടിൽ തന്നെ തൂങ്ങി നിൽക്കുക. അപ്പോൾ ഇതെന്നൊക്കെ എനിക്കൊരു സംശയം തോന്നി. പിന്നെ വൈജയുടെ അമ്മേനാണെങ്കിൽ അവൾ സ്വന്തം മുത്തശ്ശി പോലെയാണ് കെയർ ചെയ്തിരുന്നത്. അപ്പോൾ ഇതെന്നൊക്കെ തന്നെ എനിക്ക് എന്തൊക്കെയോ ഒരു ഡൗട്ട് തോന്നി. അപ്പം ഞാനിതൊക്കെ കോൾ റെക്കോർഡിങ് വെച്ചിട്ട് ഞാൻ എല്ലാം മനസ്സിലാക്കി എന്ന് പറയുന്നുണ്ട്. അവളൊരു സമയത്ത് നമ്മളെ കുത്തിയിട്ടിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് അവളുടെ ഫോൺ സംഭാഷണം അതിനൊരു ഇടണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് അതൊക്കെ കാണിക്കുന്നുണ്ട്. എന്തായാലും പിന്നെ പറയുന്നത്, പിന്നെ നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ആ റെക്കോർഡിംഗ് ഒക്കെ കേട്ട ശേഷം ഞാൻ വേഗം ചെന്നത് നമ്മുടെ ഗംഗേട്ടൻ്റെ അടുത്തേക്കാണ്. എന്നിട്ട് ഗംഗേട്ടനോട് ഞാൻ സത്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അപ്പം നമ്മുടെ ഗോവർദ്ധനം ചോദിക്കുന്നുണ്ട്, ഗംഗേട്ടൻ എല്ലാ സത്യം തുറന്നു പറഞ്ഞോ ചോദിക്കുന്നുണ്ട്. പിന്നല്ലാതെ വലിയ കേണലാത്രേ, എത്രയോ യുദ്ധത്തിന് മുന്നിലൊക്കെ ധൈര്യം നിന്നാൾ എൻ്റെ മുന്നിൽ ആകെ ധൈര്യമൊക്കെ ചോർന്ന അവസ്ഥയിൽ നിന്ന് എല്ലാ സത്യങ്ങളും വിളിച്ചു പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ടിട്ടാണ് ഞാൻ നേരെ ഞാൻ വീട്ടിലേക്ക് വന്നതാണ്. ആൾക്ക് ഓർമ്മ ഉണ്ടോ ഞാൻ അറ്റാക്കായിട്ട് ആസ്പത്രിയിലൊക്കെ കടന്നത് എന്ന് പറയുന്നുണ്ട്. ആ ഓർമ്മ ഉണ്ട്. അപ്പോൾ ബാലേട്ടന് ഇതൊക്കെ ആയിരുന്നില്ലേ മനസ്സിൽ വിഷമം. ഞാനും സുലും പോലും ബാലേട്ടനെ കുറേ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ബാലേട്ടനെ പോലെ ഒരു നല്ല മനസ്സ് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നപ്പോൾ ഞാനൊരു വെറൊരു കീടുവാടാ, ഞാൻ ആ ഓടയിൽ നിന്ന് വീഴുന്ന പുഴു പോലെയാണ് എൻ്റെ അവസ്ഥ അല്ലേ ചോദിക്കുന്നുണ്ട് നമ്മുടെ ഗോവർദ്ധന. അതേ പറയുന്നുണ്ട്. പിന്നെ ഇപ്പം എന്താ പ്രശ്നം ചോദിക്കുന്നത് നമ്മുടെ ഗോവർദ്ധന. ആ സമയത്ത് നമ്മുടെ ബാലേട്ടൻ പറയുന്നുണ്ട്, ഇപ്പം നിനക്കറിയാലോ വൈജ വരണമെങ്കിൽ ആ വീട്ടിലേക്ക് വരണമെങ്കിൽ നമ്മുടെ അലീന പോകണം എന്നല്ലേ പറയുന്നത്. അവളെങ്ങനെയാണ് ഞാൻ പറഞ്ഞയക്കുക, അവൾ എന്നെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. അവൾ എന്നെ അറ്റാക്ക് വന്നപ്പോൾ എന്നെ പൊന്ന് പോലെ നോക്കിയിരുന്നു. ഞാൻ അവളെ എങ്ങനെ പറഞ്ഞയക്കും? അങ്ങനെ അവളെ ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? അവളെ നമ്മുടെ കുടുംബത്തിനെ നേർവഴിക്ക് നയിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കഷ്ടപ്പാടാണ് പെട്ടെന്ന്. അവളെ ഞാൻ അങ്ങനെ വിടാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ശത്രുവായ ആളുടെ വീട് മുറ്റത്ത് പോയി നിന്ന് അപേക്ഷിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഗോവർദ്ധനാണെങ്കിൽ വല്ലാത്ത വിഷമമുണ്ട്. ഇനി അലീന പോയി കഴിഞ്ഞാൽ ഞാൻ വൈജയെ സ്വീകരിക്കും നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ഒരിക്കലും സ്വീകരിക്കില്ല. ഈ ജന്മം അതിന് എനിക്ക് കഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. 23 വർഷമായി എന്നെ കൊള്ളപ്പള്ളിക്കാരെന്നെ ചതിക്കണു. അവർ മാത്രമല്ല, വൈജയാണെങ്കിൽ അതിൽ കയറി ചതിക്കണു. നീ ഒന്ന് ആലോചിച്ചൊക്കെ, ഒന്നും അറിയാത്ത പോലെ 23 വർഷമായിട്ട് എൻ്റെ കൂടെ ജീവിക്കണു. ഞാൻ എങ്ങനെ ഇതൊക്കെ സഹിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഗോവർദ്ധനാണെങ്കിൽ വല്ലാത്ത വിഷമമുണ്ട് ബാലചന്ദ്രൻ്റെ അവസ്ഥ കണ്ടിട്ട്. എന്തായാലും രണ്ടാളും വീട്ടിലേക്ക് മടങ്ങുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.